അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് HSM റിവിഷൻ ടെസ്റ്റ് 3ൻ്റെ ആൻസർ കീയാണ്. എഡ്യൂഫേസ് നടത്തിയിട്ടുള്ള HSM മോഡൽ എക്സാമിൻ്റെ മൂന്നാമത്തെ എക്സാമിൻ്റെ ആൻസർ കീയാണ് നോക്കുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ പരീക്ഷ എഴുതി അൽഹംദുലില്ലാഹ് അവരൊക്കെ മാർക്ക് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ 14, 13 മുതലൊക്കെ സ്കോർ ചെയ്ത് ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വിജയാശംസകൾ നേരുകയാണ്. ഇതേ പഠനം നിങ്ങൾ തുടർന്ന് കൊണ്ടുപോകണം. പിന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികളുണ്ട്, അവരെ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സ്കൂൾ പരീക്ഷയ്ക്ക് ഉള്ളത് കൊണ്ട് വേണ്ട സമയം പഠിക്കാൻ കിട്ടാത്തത് കൊണ്ട് മാർക്ക് കുറഞ്ഞവരൊക്കെ ആയിരിക്കും അവർ. അപ്പോൾ എക്സാം കഴിഞ്ഞതിന് ശേഷം ഫുൾ സമയം എന്ത് ചെയ്യുക, നമ്മുടെ HSMന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, കവർ ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഇനി നടത്താൻ പോകുന്ന പരീക്ഷകളിലൊക്കെ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യുക കേട്ടോ. അപ്പം മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ആരും നിരാശപ്പെടരുത്. മാർക്ക് കിട്ടിയതിൻ്റെ പേരിൽ, ഫുൾ മാർക്ക് സ്കോർ ചെയ്തതിൻ്റെ പേരിൽ അമിത ആത്മവിശ്വാസത്തിൻ്റെ ആവശ്യവുമില്ല. മാർക്ക് കുറയാനൊക്കെ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കുറച്ച് ആൾക്കാർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസും പറയുമ്പം ആരുടെയെങ്കിലും ഒരു സഹായത്തോടു കൂടെ ഓരോ ചോദ്യം വായിപ്പിക്കുക, 4 ഓപ്ഷൻസ് വായിപ്പിക്കുക, എന്നിട്ട് ഉത്തരം പറയുക. അങ്ങനെ മാർക്ക് രേഖപ്പെടുത്തി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആൻസർ കീയിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: മാസപ്പിറവി കണ്ടാൽ ഓതൽ സുന്നത്തായ സൂറത്ത് ഏത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓപ്ഷൻസ്: എ സൂറത്തുൽ മുൽക്ക്, ഓപ്ഷൻ ബി സൂറത്ത് യാസീൻ, ഓപ്ഷൻ സി സൂറത്തുൽ കഹ്ഫ്, ഓപ്ഷൻ ഡി സൂറത്ത് മുജാദല. അപ്പോൾ അതിൽ കറക്റ്റ് ഉത്തരം വരുന്ന ഏതാണ്? സൂറത്തുൽ മുൽക്കാണ്. മാസപ്പിറവി കണ്ടാൽ ഓതൽ സുന്നത്തായ സൂറത്തുൽ മുൽക്കാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്: റമളാൻ മാസപ്പിറവി കണ്ടതായി സാക്ഷി നിൽക്കേണ്ടത് ഒരാൾ, മറ്റു മാസങ്ങൾക്ക് എത്ര പേരാണ്? അപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റമളാൻ മാസപ്പിറവി കണ്ടതായിട്ട് സാക്ഷി നിൽക്കേണ്ടത് ഒരു പുരുഷനാണ്. മറ്റു മാസങ്ങളാണെങ്കിൽ എത്ര പേര് എന്നുള്ളതായിരുന്നു ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം: ഒരാൾ തന്നെ, ഓപ്ഷൻ ബി സാക്ഷി വേണ്ട, ഓപ്ഷൻ സി 2 പേർ, ഓപ്ഷൻ ഡി 3-ൽ കൂടുതൽ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഉത്തരം ഏതാണ്? 2 പേരാണ് അല്ലേ. 2 പേർ എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്: നോമ്പ് ഒഴിവാക്കിയതിൻ്റെ പേരിൽ അടിക്കേണ്ട പ്രായം എത്രയാണ്? നോമ്പ് ഒഴിവാക്കിയതിൻ്റെ പേരിൽ അടിക്കേണ്ട പ്രായം എത്രയാണ്? അപ്പോൾ നോമ്പ് ഒഴിവാക്കിയതിൻ്റെ പേരിൽ രക്ഷിതാക്കൾ കുട്ടികളെ അടിക്കേണ്ട പ്രായം എത്രയാണെന്നാണ് ചോദ്യം. 10 വയസ്സ്. ഓപ്ഷൻ എ 10 വയസ്സ്, ഓപ്ഷൻ ബി 15 വയസ്സ്, ഓപ്ഷൻ സി 7 വയസ്സ്, ഓപ്ഷൻ ഡി 18 വയസ്സ്. അതിൻ്റെ കറക്റ്റ് ഉത്തരം എത്രയാണ്? 10 വയസ്സ്. ഓപ്ഷൻ എ 10 വയസ്സാണ്. എല്ലാ ഫറലായ കാര്യങ്ങളും കൽപ്പിക്കേണ്ടത് 7 വയസ്സാകുമ്പോഴും അത് ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അടിക്കേണ്ടത് 10 വയസ്സാകുമ്പോഴുമാണ്. നിസ്കാരത്തെക്കുറിച്ച് നമ്മളങ്ങനെ പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അത് നിസ്കാരത്തിന് മാത്രം ബാധകമായ കാര്യമല്ല. എല്ലാ ഫറലുകളും 7 വയസ്സാകുമ്പോൾ ചെയ്യാൻ വേണ്ടി പറയുകയും 10 വയസ്സാകുമ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അടിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി റമളാൻ നോമ്പ് നിർബന്ധമാക്കിയ വർഷം ഏതാണ്? ഓപ്ഷൻ എ ഹിജറ 1 റമളാൻ, ഓപ്ഷൻ ബി ഹിജറ 2 ഷഅബാൻ, ഓപ്ഷൻ സി നുബുവത്തിൻ്റെ 3-ാം വർഷം, ഓപ്ഷൻ ഡി ഹിജറ 4. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഉത്തരം ഏതാണ്? ഹിജറ 2 ഷഅബാനിലാണ്. ഹിജറ 2 ഷഅബാൻ എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം. ഇനി അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഫിഅലിയായ ഫറലുകൾ എത്രയാണ്? നിസ്കാരത്തിലെ ഫിഅലിയായ ഫറലുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 14. അപ്പോൾ ഇതിൽ കറക്റ്റ് ഉത്തരം എത്രയാണ്? 8 ആണ്. ഫിഅലിയായ ഫറലുകൾ 8, അതുപോലെ തന്നെ ഖൽബിയായ ഫീൽ 1, ബാക്കി ഖൗലിയായ ഫീലുകൾ 5 എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര പൂർണ്ണ റമളാൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എത്ര പൂർണ്ണ റമളാൻ ലഭിച്ചിട്ടുണ്ട്? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. അപ്പോൾ 1 എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ള പൂർണ്ണ റമളാൻ എന്ന് പറയുന്നത് 1 മാത്രമാണ്. ആകെ 9-ൽ 1 മാത്രമാണ് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുള്ള റമളാൻ എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യം ഇതാണ്: അടിമത്ത മോചനം ലഭിച്ചവരിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരാണ്? ഓപ്ഷൻ എ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി സഈദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി ബിലാൽ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇതിൽ കറക്റ്റ് ഉത്തരം സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തു പുത്രനായിരുന്നു. അതുപോലെ തന്നെ ത്വായിഫിലേക്ക് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായതൊക്കെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പോൾ അടിമത്ത മോചനം ലഭിച്ചവരിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു.
അടുത്ത ചോദ്യം ഇതാണ്, കേരളം രൂപീകരിച്ച വർഷമാണ്. ഓപ്ഷൻ എ 1972, ഓപ്ഷൻ ബി 1965, ഓപ്ഷൻ സി 1956, ഓപ്ഷൻ ഡി 1948. അപ്പോൾ അതിൽ കറക്റ്റ് ഉത്തരം ഏതാണ്? 1956 നവംബർ 1 കേരളം രൂപീകരിച്ചത്. ഇനി മദീനയുടെ പേര് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ യസ്രിബ്, ഓപ്ഷൻ ബി ഉമ്മുൽ ഖുറ, ഓപ്ഷൻ സി ത്വാബ, ഓപ്ഷൻ ഡി ത്വയ്ബ. ഇതിൽ മദീനയുടെ പേര് അല്ലാത്തത് ഉമ്മുൽ ഖുറ എന്നാണ്. ഉമ്മുൽ ഖുറ എന്നുള്ളത് മക്കയുടെ പേരാണ്. ഉമ്മുൽ ഖുറ, ബക്ക, മക്ക എന്നതൊക്കെ മക്കയുടെ പേരാണ്. ഇനി 10ാമത്തെ ചോദ്യം ഇതാണ്, ആപത്തുകളിൽ മനുഷ്യനെ കാക്കുന്ന മലക്കുകൾ ആരാണ്? അപ്പോൾ ഹാഫൂൻ, ഓപ്ഷൻ എ ഹാഫൂൻ, ഓപ്ഷൻ ബി ഹഫലത്ത്, ഓപ്ഷൻ സി ഹമലത്തുൽ അർഷ്, ഓപ്ഷൻ ഡി സഫറത്ത്. അപ്പോൾ അതിന് കറക്റ്റ് ഉത്തരം ഏതാണ്? ഹഫലത്താണ്. ഹഫല അല്ലേ, സംരക്ഷിക്കുക. അപ്പോൾ ഹഫലത്താണ് ആപത്തുകളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കുന്ന മലക്കുകൾ എന്ന് പറയുന്നത്. ഇനി 11ാമത്തെ ചോദ്യം എന്താണ്? ഒരു കൊല്ലത്ത് വെള്ളം എത്രയാണ്? അപ്പോൾ ഇത് ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ 2 കൊല്ലത്ത് വെള്ളം എന്നാണ് പഠിക്കാറ്. പിന്നെ ഈ 2 കൊല്ലത്ത് വെള്ളം 200 ലിറ്റർ നമ്മൾ പഠിക്കും. പക്ഷെ അത് 1 കൊല്ലത്ത് എന്നാണ് ചോദിച്ചതെന്ന് ചിലപ്പോൾ കൃത്യമായി മനസ്സിലാക്കാതെ ആ കൊല്ലത്ത് എന്നത് മാത്രം ശ്രദ്ധിച്ചിട്ട് 200 എന്ന് കറക്റ്റ് ആൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ തെറ്റിച്ചതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണ്? ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചോദ്യകർത്താവ് നമ്മളെ ട്രാപ്പിലാക്കാനുള്ള ചെറിയ ചെറിയ ചപ്പട വിദ്യകളൊക്കെ ഉപയോഗിക്കുമ്പം കൃത്യമായിട്ട് ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കി തന്നെ ആൻസർ ചെയ്യണം. അപ്പോൾ ഇവിടെ 1 കൊല്ലത്താണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. 200, 100, 250, 132. അപ്പോൾ 1 കൊല്ലത്ത് വെള്ളം എത്രയാണ്? 100 ലിറ്റർ. 2 കൊല്ലത്ത് 200 ലിറ്റർ. ഇനി ദേശീയഗാനം പാടാനുള്ള സമയം എത്രയാണ്? ഓപ്ഷൻ എ 1 മിനിറ്റ്, ഓപ്ഷൻ ബി 56 സെക്കൻഡ്, ഓപ്ഷൻ സി 52 സെക്കൻഡ്, ഓപ്ഷൻ ഡി 59 സെക്കൻഡ്. അപ്പോൾ ദേശീയഗാനം ചെല്ലാനുള്ള സമയം എന്ന് പറയുന്നത് 52 സെക്കൻഡാണ്. ഓപ്ഷൻ സി 52 സെക്കൻഡാണ് കറക്റ്റ് ഉത്തരം. ഇനി ഇഖ്ഫാഇൻ്റെ അക്ഷരം എത്രയാണെന്നുള്ളതാണ്. ഇഖ്ഫാഇൻ്റെ അക്ഷരം എത്രയാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 7. കറക്റ്റ് ഉത്തരം എത്രയാണ്? ഓപ്ഷൻ എ 15 ആണ്. 15 അക്ഷരങ്ങളാണ് ഇഖ്ഫാഇനുള്ളത്. ഇനി 14ാമത്തെ ചോദ്യം, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്രയാണ്? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്രയാണ്? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 5. അറിയാലോ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്രയാണ്? 5 എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അവസാനത്തെ ചോദ്യം ഇതാണ്, ഹൈലിൻ്റെ കൂടിയ ദിവസം എത്രയാണ്? ഹൈലിൻ്റെ കൂടിയ ദിവസം എത്രയാണ്? ഓപ്ഷൻ എ 40, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 60. എത്രയാണോ ഹൈലിൻ്റെ കൂടിയ ദിവസം? 15 ദിവസമാണ് അല്ലേ. കുറഞ്ഞത് 1 ദിവസം, സാധാരണ 6 or 7 ദിവസം, കൂടിയാൽ 15 ദിവസം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മോഡൽ എക്സാം 3യിലെ ചോദ്യോത്തരങ്ങൾ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ മോഡൽ എക്സാമുകളൊക്കെ നടത്തും, ക്ലാസ്സുകളൊക്കെ നൽകും. കൃത്യമായിട്ട് പഠിക്കുക, എല്ലാ എക്സാമുകളും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. എല്ലാ ആളുകൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ആൻസർ കീയുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.